ഞാൻ മൈക്കിളിനോട് ഇങ്ങനെ ചോദിക്കായിരുന്നു ഗോഡ് എക്സ്പീരിയൻസിനെ കുറിച്ച്. ഞാനപ്പോൾ മിഷേലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞ മിഷേൽ റെഗുലറായിട്ട് പ്രൈ ഗ്രൂപ്പിന് പോകുന്ന ഒരാളാണ്, പ്രൈ ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്ന ഒരാളാണ്, കുർബാനയ്ക്കൊക്കെ പോകുന്ന ഒരാളാന്നുള്ളത്. ഉറപ്പായിട്ടും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ എന്തായാലും ഒരു ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ട്, ഉറപ്പല്ലേ? അപ്പോൾ വാട്ട് ഈസ് മേക്കിംഗ് യു ടു ക്ലിങ് ഓൺ ടു ഗോഡ്? സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഐ ഓൾവേസ് ഫെൽ ദ പ്രസൻസ് ഓഫ് ഗോഡ് ത്രൂ ഔട്ട് മൈ ലൈഫ്. എനിക്ക് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ പെട്ടെന്ന് പൊട്ടി വളർന്നൊരു സാധനമല്ല. എനിക്ക് പാരൻസ് ഫാമിലി വഴി തന്നെ എനിക്ക് ചെറുപ്പം തൊട്ടേ എനിക്ക് ഗ്രാജുവലി ബിൽഡായൊരു സാധനമാണ് ഫെയ്ത്ത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് വയറുവേദന വന്നു. അത് ഞങ്ങൾ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കും, ഗ്യാസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളത് ഡിലേ ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസം എനിക്ക് പെയിൻ ഭയങ്കര കൂടി. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവർ അപ്പൻഡിസൈറ്റിസ് ആണ് കൺഫേം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അവർ മരുന്ന് തന്നിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വിട്ടു. പിന്നെ നെക്സ്റ്റ് ഡേ പോയപ്പോഴാണ് അവർ സർജറി ചെയ്ത് സാധനം റിമൂവ് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നിയൊരു സാധനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് എന്നെ കുറിച്ചൊരു പ്ലാൻ ഉണ്ട്, എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട്. അപ്പോൾ ഒരു പക്ഷെ എനിക്ക് ആ സർജറി അപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എൻ്റെ അപ്പൻഡിക്സ് റപ്ചർ ആയേനെ, ആ സിറ്റുവേഷൻ കുറച്ചുകൂടി എസ്കലേറ്റ് ചെയ്തേനെ. അപ്പോൾ ദൈവത്തിന് എപ്പോഴും ദൈവത്തിന്റെ സ്നേഹം, ഒരു പെർഫെക്റ്റ് ടൈമിംഗ് ഉണ്ടല്ലോ, അതെപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്.